ഇന്ന് മോൾ അംഗനവാടി വിട്ട് വരുമ്പോഴേക്കും മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതും എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടുന്ന ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലോണം കുക്കാവേണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോകും. ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം ഉണക്കാൻ വേണ്ടിയിട്ട് ഇടണം. അതുപോലെ തന്നെ എയർ ഫ്രയർ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 200 ഡിഗ്രിയിൽ 6 മിനിറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കോൺഫ്ലോറും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങാം. ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ആകുമ്പോൾ സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എയർ ഫ്രയറിലേക്ക് ഇട്ടിട്ട് ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. ഒരു 5 മിനിറ്റ്സ് കഴിയും തോറും നമ്മൾ പുറത്തെടുത്തിട്ട് ഒന്ന് കുലുക്കി ആക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു എയർ ഫ്രയർ ആയിരിക്കും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു 20 മിനിറ്റ്സ് വെച്ചപ്പോഴേക്കും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മോള് വന്ന ശേഷം മോക്ക് കൊടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.